അഭിഷേകം എന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വചനം. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിജയും, ഇന്ദ്രിജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. ഇവിടെ പത്രോസ് തന്റെ ലേഖനം എഴുതുമ്പോൾ സകല ഉത്സാഹവും കഴിച്ച് വിശ്വാസത്തോട് ചേർക്കേണ്ട 7 കാര്യങ്ങളെക്കുറിച്ചാണ് തിരുവെഴുത്ത് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. 1, വീര്യം. വീര്യം എന്ന് പറഞ്ഞാൽ പീഡനത്തിന്റെ മുമ്പിൽ വിശ്വാസത്തോടെ ധൈര്യം നമ്മുടെ അകത്ത് ആത്മാവിൽ വെളിപ്പെടുത്തുന്ന ദൈവശക്തിയാണ് വീര്യം എന്ന് പറയുന്നത്. ഈ വീര്യത്തോടെ നമുക്ക് കൂട്ടേണ്ടത് പരിജ്ഞാനമാണ്. അനുദിന ജീവിതത്തിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് കടന്നു വരേണ്ട ആത്മശക്തിയാണ് പരിജ്ഞാനം. പരിശുദ്ധാത്മാവാണ് അത് നമുക്ക് തന്ന് നമ്മളെ ബലപ്പെടുത്തുന്നത്. 3-ാമതായി ഇന്ദ്രിയജയമാണ്, ആത്മനിയന്ത്രണമാണ് ഇന്ദ്രിയജയം എന്ന് പറയുന്നത്. നമ്മുടെ കോപം, വാശി, നമ്മുടെ ജഡത്തിന്റെ മോഹങ്ങള്, ഇതെല്ലാം നമ്മളിൽ നിന്ന് വിട്ടഴിഞ്ഞ് ദൈവകൃപയിലേക്ക് കടന്നു വരുന്നതാണ്. ഇതിനെ ജയിക്കണം. കോപത്തെ ശമിപ്പിക്കണം, പാപത്തെ ശമിപ്പിക്കണം, ലോകത്തിന്റെ മോഹങ്ങളെ വിട്ടൊഴിഞ്ഞ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കർത്താവിന്റെ ആത്മാവിൽ ശക്തിയോടുകൂടെ ബലം പ്രാപിക്കണം. 4-ാമതായി സ്ഥിരതയാണ്. ഈ സ്ഥിരത എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് പ്രാർത്ഥനയിൽ സ്ഥിരത വേണം, കൂട്ടായ്മയിൽ സ്ഥിരത വേണം, ദൈവമായിട്ടുള്ള വലിയ ബന്ധത്തിൽ സ്ഥിരതയുണ്ടാകണം. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം. 5, ഭക്തിയാണ്. ഭക്തി എന്നത് നമ്മളും ദൈവമായിട്ടുള്ള ബന്ധത്തെ ഉറപ്പിക്കുന്നതാണ് ഭക്തി. നമ്മളും നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തിന്റെ കൃപയിലേക്ക് ആഴ്ന്നു കടന്നു വരുന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. 6, സഹോദരപ്രീതിയാണ്. സ്വന്തം എന്നെ സ്നേഹിക്കുന്ന പോലെ, ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെ എൻ്റെ സഹോദരനെ സ്നേഹിക്കാൻ കഴിയുന്നതാണ് സഹോദരപ്രീതി എന്ന് പറയുന്നത്. എനിക്കുണ്ടെങ്കിൽ എൻ്റെ സഹോദരനും കൊടുക്കേണ്ടതുപോലെ കൊടുക്കുവാൻ ഞാൻ കടപ്പെട്ടവനാണെന്നാണ് തിരുവെഴുത്ത് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. വീണ്ടും 7, സ്നേഹമാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നതാണ് ഈ സ്നേഹം എന്നത്. കാൽവരി ക്രൂശിൽ യേശു പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്നേഹം അർപ്പിച്ചതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന്. ഈ വിശ്വാസ ജീവിതത്തിന്റെ സകല ഉത്സാഹവും കഴിച്ച് വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ചേർക്കേണ്ട 7 കാര്യങ്ങൾ നമ്മുടെ അകത്ത് വെളിപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ബലപ്പെടുത്തും. കർത്താവ് മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.